Hello everyone, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡിന്റെ അൺബോക്സിംഗും ഒരു ഫുൾ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത് അൺബോക്സ് ചെയ്ത് നമ്മൾ ഇതിൽ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കും, നമ്മൾ ഇച്ചിരി ഗെയിമോട് കളിച്ച് നോക്കും ഇതിൽ എങ്ങനെയുണ്ടെന്ന്. ഇതാണ് എൻവിഡിയയുടെ RTX 5080 പാലിയേറ്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് പാർട്ണർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർഡാണിത്. ഇത് ഈ ജനുവരി 30th ഇറങ്ങിയ കാർഡാണ്. നമുക്ക് പറയുകയാണെങ്കിൽ എൻവിഡിയയുടെ സെക്കൻഡ് ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് മുകളിലാണ് 5090. ഇതിൽ നിന്ന് ഓൾമോസ്റ്റ് ഡബിൾ ദ പ്രൈസ് ആണ് 5090ക്ക്. ഇത് റിലീസ് ഡേറ്റിൽ എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു. റിലീസ് ചെയ്ത് ഒരു ഫ്യൂ മിനിറ്റ്സ് എന്ന് പറയാം, അതിനുള്ളിൽ എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടു ഇത് കിട്ടാൻ. എന്നാല് നമുക്ക് ഈ കാർഡ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് വരുന്നത്. സ്ലീവ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പം എന്നിട്ട് തിരിച്ചു വെക്കാം. അപ്പോൾ എല്ലാവർക്കും കാണാൻ എളുപ്പമുണ്ടാകും. ഇതാണ് നമ്മുടെ ഉള്ള ബോക്സ്. ഇതിൻ്റെ കൂടെ ഇൻസ്ട്രക്ഷൻ മാനുവൽസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കാണ്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് കിട്ടുന്നുണ്ട്. സ്റ്റിക്കേഴ്സ് ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് എവിടെയെങ്കിലുമൊക്കെ ഒട്ടിക്കാം. അതേ ഒരു മൗസ് മാറ്റും ഉണ്ട്. വളരെ ചെറിയൊരു മൗസ് മാറ്റാണ്. അത് കഴിഞ്ഞാണ് നമ്മുടെ മെയിൻ താരം. ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്. വരാനൊരു മടി. ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്. നല്ല ഹെവിയാണ്, നല്ല ഹെവി ആയിട്ടുള്ളൊരു കാർഡാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്. വളരെ മനോഹരമായ ഒരു കാർഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഒരു ഫാൻ ഫ്ലോ ത്രൂ ആണ്. പുറകെ നോക്കിയാൽ കാണാം, ഇതിന്റെ ഫ്ലോ ത്രൂ ആണ്. ഹീറ്റ് സിങ്കിലൂടെ RGB ഉണ്ട്. ഇതിൽ ഫുൾ റിംഗ് ആയിട്ട് RGB ഉണ്ട്. ലോഗോയും RGB ആണ്. 3 സ്ലോട്ട് കാർഡ് എന്ന് പറയാം. 3 ഡിസ്പ്ലേ പോർട്സും ഒരു HDMI പോർട്ടും ആണുള്ളത്. ഇത് PCI Gen 5 ആണ്. സ്പീഡ് വൈസ് നോക്കുമ്പോൾ നമ്മൾ Gen 4ൽ നിന്ന് വലിയൊരു വ്യത്യാസമില്ല. പെർഫോമൻസിലും അങ്ങനെ വലിയൊരു വ്യത്യാസമില്ല. ചെറിയ 1% 2% ഡിഫറൻസ് ഉള്ളൂ. നമ്മൾ അതിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ എൻവിഡിയയുടെ ഒത്തിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പവർ കണക്ടർ ആണ് 12 വോൾട്ടിന്റെ. ഇതിന് മുമ്പുള്ള RTX 40 സീരീസിൽ ഇത് മെൽറ്റിംഗ് ആയിരുന്നു. ഒത്തിരി ഫിക്സ് ചെയ്തതാണ് പറയുന്നത് അവർ. മെൽറ്റിംഗിന്റെ ഇഷ്യൂ പവർ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അത് ഫുള്ളി സീറ്റഡ് ഇൻ ആണെന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. ലൂസ് ആണെങ്കിൽ അത് മെൽറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പവർ കണക്റ്റിന്റെ തൊട്ടായി തന്നെ RGBക്കുള്ള കണക്ടർ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്. ഇനി നമുക്ക് ഇതിലെ ആക്സസറീസ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇതാണ് ഒരു ചെറിയൊരു ആക്സസറി ബോക്സ് ഉണ്ട്. ഇതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഇതിന്റെ പവർ കണക്ടർ ആണ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ GPU PSU ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ GPU സാഗ് ബ്രാക്കറ്റും കൂടി ഉണ്ട്. GPU നമ്മൾ PCയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അതിൽ സാഗ് വരാതിരിക്കാനാണ് സപ്പോർട്ട് ബ്രാക്കറ്റ് ആണിത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ GPUന്റെ കൂടെ വരുന്നത്. നമ്മൾ ഇത് നമ്മുടെ PCയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് ലേറ്റസ്റ്റ് ഗെയിംസ് ഒക്കെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് ഗെയിം പ്ലേസ് കാണാം. ഈ PCയിൽ നമുക്ക് GPU ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സും കൂടി ഒന്ന് നോക്കാം. ഇതിൽ നമ്മൾ വെർട്ടിക്കൽ GPU മൗണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ GPU ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇതിന്റെ ബ്രാക്കറ്റ് PCയിൽ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം GPU റൈസർ കേബിൾ വെച്ചാണ് GPU ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ GPU സാഗ് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ മദർ ബോർഡിലെ PCI സ്ലോട്ടിന് GPU കാരണം ഒരു ഡാമേജും വരാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ലൈറ്റ് എല്ലാം ഓൺ ആക്കി കഴിഞ്ഞ് GPUയുടെ ഒരു ലുക്ക്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ GPU ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് ഗെയിംസ് കളിച്ച് നോക്കാൻ പോവാണ്. ആദ്യം കളിക്കാൻ പോകുന്നത് KCD2 ആണ്. ഞാൻ ഇപ്പം കളിച്ചോണ്ടിരിക്കുന്ന ഗെയിമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗെയിമാണ്. നമുക്കിത് കളിച്ചിട്ട് നമുക്ക് ഗ്രാഫിക്സ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൻറി. ഞാൻ കളിച്ച് കുറച്ചായതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗിയർ. നമുക്ക് വാളുണ്ട്, നമുക്ക് പരിചയമുണ്ട്, എല്ലാ സംഭവമുണ്ട്. നമുക്ക് കുറച്ച് ആൾക്കാരെ കൊല്ലുന്ന ഗ്രാഫിക്സ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ഇവിടെ സാധാരണ ഒത്തിരി ആൾക്കാരുണ്ടാകുന്നതാണ്. ഇവരിവിടെ വന്നിട്ട് ഇവിടെ ഈ ഗ്രാമത്തിലുണ്ടായിരുന്നവരെല്ലാം വകവരുത്തി. അപ്പം ഇവരെ വകവരുത്തതിൽ വലിയ വിഷമം തോന്നേണ്ട കാര്യമില്ല. നമുക്ക് പോയിട്ട് ഗ്രാമത്തിലുള്ളവരെ വകവരുത്തിയവരെ നമുക്ക് വകവരുത്താം. ആളെടുത്ത് റെഡി ആയി നിൽക്കാം. ഇത് മിഡീവൽ കാലത്തെ പോലത്തെ ഒരു ഗെയിമാണ്. അപ്പം വാൾപ്പയറ്റൊക്കെയാണ്, മറ്റേ സോഡൊന്നുമില്ല. വാൾപ്പയറ്റാണ്, ഗണ്ണൊന്നുമില്ല. അടി മാറ്റാം. കുറേ പേര് വരുന്നുണ്ട്. നമ്മുടെ പട്ടിക്ക് നമ്മൾ സഹായിക്കാൻ പറ്റും.
Show your stuff. Come on then. Come on then. I'm all yours. For us, fucker. Son of a bitch! I'm all yours. Ha! Down. ഇനി നമുക്ക് കുറച്ച് ബ്ലാക്ക് മിത്ത് തൂക്കം കളിച്ച് നോക്കാം. ഞാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ്. ഞാനിത് കംപ്ലീറ്റ് ചെയ്താണ്, പക്ഷെ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് റീവിസിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ബോസ് ഫൈറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബ്ലാക്ക് മിത്ത് തൂക്കാങ്കിൽ ഒരു ബോസ് ഫൈറ്റ് ചെയ്ത് നോക്കാം. ഞാനിത് ഗെയിം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തിരിച്ചു പോയിട്ട് റിട്ടേൺ ഓഫ് റൈവൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം അതിൽ നമുക്ക് പഴയ ബോസുകളെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ റെഡ് ലോങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അതിൻ്റെ ഗ്രാഫിക്സ് നല്ല രസമാണ് കാണാൻ. അതിൻ്റെ ഫൈറ്റിൽ ഡാർക്കായിട്ട് നല്ല മിന്നലൊക്കെ ആയിട്ട് നമുക്കൊന്ന് റെഡ് ലോങ്ങിനെ ഫൈറ്റ് ചെയ്താക്കാം. മാസ്റ്ററിൽ ഫൈറ്റ് ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമില്ല. നമുക്ക് ഒരു മീഡിയം ഡിഫിക്കൽറ്റി കിട്ടും. റെഡ് ലോങ് ഇവിടെയാണ് റെഡ് ലോങ് ഉള്ളത്. ഇവിടെ റെഡ് ലോങ്, റെഡ് ലോങ്, റെഡ് ലോങ്, റെഡ് ലോങ്. ലോൺസിനെ ഇറങ്ങിയൊരു അറ്റാക്ക്. നമുക്ക് ബ്ലാക്ക് പെയർ ക്വൈനെ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. നല്ല ഗ്രാഫിക്കലി ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ഫൈറ്റ് ആയിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ GPUവിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കാൻ പറ്റും. RTX ഓണാണ്, അൾട്രാ സെറ്റിങ്സിലാണ്, 70% ആണ് DLSS കിടക്കുന്നത്. നമുക്ക് നോക്കാം ഗ്രാഫിക്സ് എങ്ങനെ ഉണ്ടെന്ന്.
അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ ഗെയിം പ്ലേ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.